ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരിലും കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ് ആസിഡിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ വയറിലെ ആസിഡിൻ്റെ അളവ് കൂടുതലായി വരുമ്പോൾ അത് നമ്മുടെ ഈസോഫാഗസ് വഴി ബാക്ക് ഫ്ലോ ഉണ്ടാകുന്നത് മൂലമാണ് നമുക്ക് ആസിഡിറ്റി ഉണ്ടാകുന്നത്. ഇത് സാധാരണ നെഞ്ചെരിച്ചിൽ ഉണ്ടാക്കും, അതുപോലെ നെഞ്ചുവേദന ഉണ്ടാക്കും ചിലർക്കൊക്കെ. അതുപോലെ നമ്മുടെ വായ്ക്കകത്ത് കയ്പും പുളിപ്പ് രസവും ഒക്കെ ഉണ്ടാവാറുണ്ട്. ചിലർക്ക് ഛർദിലുണ്ടാവാറുണ്ട്. ഈ ആസിഡിറ്റി മൂലം നമുക്ക് ഇക്കിള് വരുന്ന ഒരു ഇത് ഹിക്കപ്പ് വരാറുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അസ്വസ്ഥതകൾ നമുക്ക് ആസിഡിറ്റി മൂലം ഉണ്ടാവാറുണ്ട്. കൂടുതലായിട്ടും വരുന്നത് ഹാർട്ട് ബേൺ ആണ്. ഇത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൂടുതൽ നമ്മൾ ഫ്രൈഡ് ഐറ്റംസ് യൂസ് ചെയ്യുമ്പോൾ, അതുപോലെ എരിവുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നതും ഒക്കെയാണ് ഇതിന് കാരണമായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ മുളകിൻ്റെ അളവൊക്കെ കുറച്ച് ഉപയോഗിക്കുക. ഇതിന് പരിഹാരമെന്ന് പറയുന്നത് നമുക്ക് ചെറിയ ചൂടുവെള്ളം കുടിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ തണുത്ത പാല്, കോൾഡ് മിൽക്ക് എന്ന് പറയും, അത് കുടിക്കുന്നതും കരിക്കും വെള്ളം കുടിക്കുന്നതും ഒക്കെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് വയറ് നിറച്ച് ആഹാരം കഴിച്ചിട്ട് കിടക്കാതിരിക്കുക. നമ്മൾ കഴിക്കുന്ന ആഹാരം ഇടയ്ക്കിടയ്ക്ക്, അതായത് നമ്മളിപ്പോൾ 3 നേരമാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ അതിനെ ഒരു 5 നേരമാക്കി കഴിക്കാൻ ശ്രമിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിക്കുക. അത് കൂടാതെ തന്നെ നമ്മൾ ഈ അസിഡിറ്റി ഉണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കൂടുതൽ സ്ട്രെസ്സ് വരുന്നവർക്ക് ഈ ഹാർട്ട് ബേൺ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വെള്ളം കുടിക്കുന്നത് ഒരു ശീലമാക്കുക. അതുപോലെ ഭക്ഷണം ഒരുപാട് സമയം വിശന്നിരിക്കാതിരിക്കുക. ഇതൊക്കെ ആസിഡിറ്റി ഉണ്ടാകാനായിട്ട് ഉള്ള കാരണങ്ങളാണ്. പിന്നെ ചില മെഡിസിൻസ്, നമ്മൾ മരുന്നൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ ചില മരുന്ന് കഴിക്കുമ്പോൾ, ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയൊക്കെ മരുന്ന് കഴിക്കുമ്പോൾ ഈ ആസിഡിറ്റി ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഉണ്ടാകുന്നവർ ഡോക്ടറുടെ അടുത്ത് പറഞ്ഞിട്ട് അതിനുള്ള ടാബ്ലറ്റ് കഴിക്കുക. പിന്നെ ഈ പറയുന്ന റെമഡീസൊക്കെ, അതുപോലെ നമ്മൾ പെരുംജീരകം ചവച്ച് അതിൻ്റെ നീരിറക്കുന്നതോ, അല്ലെങ്കിൽ കട്ടൻ ചായ അതിനകത്ത് കുടിക്കുന്നതിനകത്ത് പെരുംജീരകം ഇട്ട് വേവിച്ച വെള്ളം കുടിക്കുന്നതും ഒക്കെ നല്ലതാണ്. കോഫിയുടെ അളവ് നമ്മൾ കുറയ്ക്കണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ആസിഡിറ്റി ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് പറ്റും. അതുപോലെ ഇത് കൂടുതലായിട്ട് നിങ്ങൾക്ക് പിന്നെയും നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കണ്ടിട്ട് അതിന് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ഞാൻ ജയന്തി പ്രകാശ്. ഇതുപോലെയുള്ള ചെറിയ ഹെൽത്ത് ടിപ്പുകളുമായിട്ട് ഇനിയും ഞാൻ വരുന്നുണ്ടാവും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് എന്തായാലും, അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും ഇതിൻ്റെ താഴെ ടൈപ്പ് ചെയ്യുക. ഈ വീഡിയോ കാണുന്ന എല്ലാവരും അതിൻ്റെ കമൻറ്റ് രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.